ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. കുഞ്ഞുങ്ങൾക്ക് കഥ ഇഷ്ടമാണല്ലോ. ഇന്ന് നമുക്ക് കർത്താവ് താൻ തന്നെ പറഞ്ഞ ഒരു ഉപമയെക്കുറിച്ച് നമുക്ക് പഠിക്കാം. കർത്താവിന് ഇനി അല്പകാലം കുറച്ച് ദിവസമേ ഉള്ളൂ എന്ന് കർത്താവ് മനസ്സിലാക്കി. കർത്താവ് ദേവാലയത്തിലേക്ക് ചെന്നു. ദൈവത്തിൻ്റെ വചനം അവരെ പഠിപ്പിച്ചു. അവിടെയുള്ള രോഗികളെ സൗഖ്യമാക്കി, അവരുടെ കണ്ണുനീർ തുടച്ചു. അങ്ങനെ കർത്താവ് ദേവാലയത്തിലാണ്. മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും മൂപ്പന്മാരും യേശുവിനെ ഉപദ്രവിക്കുവാനും കൊല്ലുവാനുമുള്ള തക്കം അന്വേഷിച്ചു കൊണ്ടേയിരുന്നു. മാത്രമല്ല, എങ്ങനെയെങ്കിലും വാക്കിൽ കുടുക്കുവാനായിട്ട് അവർ ശ്രമിച്ചുകൊണ്ടിരുന്നു. കർത്താവ് അവരോടപ്പോൾ ഒരു ഉപമ പറഞ്ഞു. ഗൃഹസ്ഥനായൊരു മനുഷ്യൻ ഒരു മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കി, അതിന് വേലി കെട്ടി, അതിൽ ചക്ക് കുഴിച്ചിട്ടു, ഗോപുരവും പണിതു. പിന്നെ കുടിയാന്മാരെ പാട്ടത്തിന് ഏൽപ്പിച്ചിട്ട് പരദേശത്ത് പോയി. ഫലകാലം അപ്പോൾ മുന്തിരിത്തോട്ടം ഉള്ളതിന് ശേഷം അതിൻ്റെ ഫലം കിട്ടേണ്ട സമയമായപ്പോൾ യജമാനൻ കുറച്ച് പേരെ തൻ്റെ ദാസന്മാരെ കുടിയാന്മാരുടെ അടുക്കൽ അയച്ചു. കുടിയാന്മാരോ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ആ ദാസന്മാരെ പിടിച്ച് ഒരുവനെ തല്ലി മറ്റവനെ കൊന്നു, മറ്റവനെ കല്ലെറിഞ്ഞു. അങ്ങനെ ചിലരെ കൊന്നു, ചിലരെ വേദനിപ്പിച്ച് തിരിച്ചയച്ചു. അപ്പോൾ അത് കണ്ടപ്പോൾ യജമാനൻ വീണ്ടും കുറച്ചധികം പേരെ, മുമ്പിലത്തേലും അധികം ദാസന്മാരെ അയച്ചു. അവരോടും അവർ അങ്ങനെ തന്നെ ചെയ്തു. അവരിൽ ചിലരെ തല്ലി, ചിലരെ കൊന്നു, ചിലരെ കല്ലെറിഞ്ഞു, അങ്ങനെ തിരിഞ്ഞു. എന്നാൽ യജമാനൻ മനസ്സിലാക്കി തൻ്റെ ദാസന്മാരെ അയക്കേണ്ട, ഇനി തൻ്റെ മകനെ തന്നെ അയക്കാം എന്നുള്ള തീരുമാനത്തോടു കൂടെ മകനെ അവരുടെ അടുക്കലേക്ക് അയച്ചു. മകനെ അയക്കുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. എന്നാലും ചിലപ്പോൾ എൻ്റെ മകനെ അവർ ശങ്കിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് തന്നെയാണ് മകനെ അയച്ചത്. എന്നാൽ മകനെ അയക്കാതിരിക്കുവാൻ നിവൃത്തിയില്ല. അതുകൊണ്ട് മകനെ അവരുടെ അടുക്കൽ അയച്ചു. മകനെ കണ്ടിട്ട് ആ കുടിയാന്മാർ അവരുടെ തെറ്റ് മനസ്സിലാക്കി ഇത് ചെയ്യല്ല ചെയ്ത് അവർ മാനസാന്തരപ്പെടുകയല്ല ചെയ്ത്. അതിന് പകരമായിട്ട് അവർ പറയുകയാണ്, വരുവീൻ, നാം അവനെ കൊന്ന് അവൻ്റെ അവകാശം കൈവശമാക്കുക എന്ന് തമ്മിൽ പറഞ്ഞു. അവനെ പിടിച്ചു, തോട്ടത്തിൽ നിന്ന് പുറത്താക്കി അവനെ കൊന്നുകളഞ്ഞു എന്നാണ് കണ്ടത്. അപ്പോൾ ഇതറിഞ്ഞ മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടയവൻ വരുമ്പോൾ എന്ത് ചെയ്യുമെന്ന് കർത്താവ് ഒരു ക്വസ്റ്റ്യൻ ഈ മൂപ്പന്മാരോടും അവിടെ ഉണ്ടായിരുന്ന അവരോടും ചോദിച്ചു. മഹാപുരോഹിതന്മാരോടും മൂപ്പന്മാരോടും ശാസ്ത്രിമാരോടുമൊക്കെ കർത്താവ് ചോദിച്ചു, ഉടയവൻ വരുമ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ അവർ വളരെ വളരെ ഉടനെ തന്നെ അവർ മറുപടി പറഞ്ഞു. അവർ വന്നിട്ട് ആ കുടിയന്മാരെ എല്ലാം നിഗ്രഹിച്ച്, കാരണം യജമാനൻ അതിന് ശക്തിയുള്ളവനാണ്, അവനെ നിഗ്രഹിച്ച് ആ തോട്ടം മറ്റുള്ളവർക്ക് ഏൽപ്പിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ കർത്താവ് അവരോട് പറഞ്ഞു, അത് തന്നെയാണ് സംഭവിക്കുന്നത്. വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു. അത് കർത്താവിനാൽ സംഭവിച്ചു, നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് കർത്താവ് അവരോട് പറഞ്ഞു, ദൈവരാജ്യം നിങ്ങളുടെ അടുക്കൽ വന്നു. കർത്താവ് രക്ഷകനായിട്ട് ഈ യഹൂദന്മാരുടെ അടുക്കലാണ് ആദ്യം എത്തിയത്. അവരെ രക്ഷിപ്പാനാണ്. സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവർ അവനെ കൈക്കൊണ്ടില്ല എന്ന് നാം വായിക്കുന്നുണ്ടല്ലോ. അങ്ങനെ സ്വന്തമായവർ കൈക്കൊള്ളാത്തത് മുഖാന്തരമായിട്ട് അതിൻ്റെ ഫലം കൊടുക്കുന്ന ജാതിക്ക് കൊടുക്കുമെന്ന് പറഞ്ഞു. ജാതികൾക്ക് രക്ഷയ്ക്ക് അത് കാരണമായി തീർന്നു എന്ന് കർത്താവ് പറഞ്ഞു. കർത്താവ് ഈ ലോകത്തിലേക്ക് വന്നത് യഹൂദന്മാരുടെ ഇടയ്ക്കാണ്, യഹൂദന്മാരെ രക്ഷിക്കുന്നതിനാണ്. എന്നാൽ യഹൂദന്മാർ അവനെ തള്ളിക്കളഞ്ഞു, അത് ജാതിക്ക് രക്ഷയ്ക്ക് കാരണമായി തീർന്നു എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ അവർക്ക് മനസ്സിലായി, ഈ ഉപമ തങ്ങളെക്കുറിച്ചാണ് പറയുന്നതെന്ന് ഉപമയാണ് പറയുന്നത്. മഹാപുരോഹിതന്മാരും പരീശന്മാരും അത് കേട്ടിട്ട് അവർ ഉടനെ തന്നെ എങ്ങനെയെങ്കിലും ഈ കർത്താവിനെ പിടിക്കണം എന്നുള്ളതാണ്. തെറ്റ് എന്താണെന്ന് അവർക്ക് മനസ്സിലായി. എന്നാൽ അത് റിപ്പൻറ്റ് ചെയ്യുവാനോ ഈ കർത്താവിനെ വിശ്വസിക്കുവാനോ അവർക്ക് സാധിച്ചില്ല. അവർ എങ്ങനെയെങ്കിലും കർത്താവിനെ പിടിക്കണം, കൊല്ലണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി ഇരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. കർത്താവ് ഉപമയായിട്ട് പറയുന്നതിന് കാരണമുണ്ട്. അത് പറയേണ്ട രീതിയിൽ പറവാനായിട്ട്, അല്ലെങ്കിൽ അത് എല്ലാവർക്കും അത് ആർക്ക് മനസ്സിലാകേണ്ടതോ അവർക്ക് വേണ്ടി മനസ്സിലാകുവാൻ വേണ്ടിയാണ് കർത്താവ് ഉപമകളായിട്ട് അവരോട് പറഞ്ഞത്. അത് മഹാപുരോഹിതന്മാരോടും ശാസ്ത്രിമാരോടും ആയതുകൊണ്ട് അവർക്കത് മനസ്സിലായി. എന്നാൽ അവർ അത് റിപ്പൻറ്റ് ചെയ്യുന്നതിന് പകരമായിട്ട് അവർ കർത്താവിനെ കൊല്ലുവാനാണ് അന്വേഷിച്ചതെന്ന് മനസ്സിലാക്കും. നമുക്ക് വാക്യം ഒന്ന് പഠിക്കാം.
ഇന്നത്തെ വാക്യം നമ്മൾ 2 വാക്യം ഇച്ചിരി ബുദ്ധിമുട്ടാണെന്ന് തോന്നും, എന്നാൽ ഈസി ആയിട്ടുള്ള വാക്യമാണ്. അതുകൊണ്ട് നമുക്ക് 2 വാക്യം ഇന്ന് പഠിക്കാം. മത്തായി എഴുതിയ സുവിശേഷം 21 അധ്യായത്തിൻ്റെ 42 43. യേശു അവരോട്, വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു. ഇത് കർത്താവിനാൽ സംഭവിച്ചു, നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നു എന്ന് നിങ്ങൾ തിരുവെഴുത്തുകളിൽ ഒരിക്കലും വായിച്ചിട്ടില്ലയോ? അതുകൊണ്ട് ദൈവരാജ്യം നിങ്ങളുടെ പക്കൽ നിന്നെടുത്ത് അതിൻ്റെ ഫലം കൊടുക്കുന്ന ജാതിക്ക് കൊടുക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. വളരെ വ്യക്തമായിട്ട് ഇതറിയാം. തള്ളിക്കളഞ്ഞ കല്ലാണ്, അത് മൂലക്കല്ലായിട്ട് തീർന്നു. അതെ, യഹൂദന്മാരുടെ രക്ഷയ്ക്ക് വന്ന കർത്താവ് അവർ തള്ളിക്കളഞ്ഞു. അത് ജാതികൾക്ക് രക്ഷയ്ക്ക്, ലോകത്തിൻ്റെ രക്ഷയ്ക്ക് അത് കാരണമായിട്ട് തീർന്നു. അത് ജാതികളുടെയും യഹൂദന്മാരുടെയും രക്ഷയ്ക്ക് കാരണമായിട്ട് തീർന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ദൈവരാജ്യം അവിടെ നമുക്ക് കാണുന്നത് നിങ്ങളുടെ പക്കൽ നിന്ന് എടുത്ത് ജാതിക്കും കൊടുത്തു എന്ന് പറയുന്നു. നമുക്ക് ആ വാക്യം അർത്ഥം മനസ്സിലാക്കി ഒന്നും കൂടെ പഠിക്കാം. മത്തായി സുവിശേഷം 21 42 43. യേശു അവരോട്, വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു. ഇത് കർത്താവിനാൽ സംഭവിച്ചു, നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നു എന്ന് നിങ്ങൾ തിരുവെഴുത്തുകളിൽ ഒരിക്കലും വായിച്ചിട്ടില്ലയോ? അതുകൊണ്ട് ദൈവരാജ്യം നിങ്ങളുടെ പക്കൽ നിന്നെടുത്ത് അതിൻ്റെ ഫലം കൊടുക്കുന്ന ജാതിക്ക് കൊടുക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അനേക ഗുണപാഠങ്ങൾ ഇതിൽ നിന്ന് പഠിക്കാനുണ്ട്. ഒന്നാമതായി, കർത്താവ് സ്വന്തത്തിലേക്ക് അല്ലെങ്കിൽ യഹൂദന്മാരുടെ അടുക്കലേക്ക് വന്നു. എന്നാൽ സ്വന്തക്കാർ കർത്താവിനെ തള്ളിക്കളഞ്ഞു. യഹൂദന്മാർ കർത്താവിനെ തള്ളിക്കളഞ്ഞു, എന്നാൽ അത് ജാതികളായ നമ്മുടെ രക്ഷയ്ക്ക് കാരണമായിട്ട് തീർന്നു. മൂന്നാമത്തത്, മഹാപുരോഹിതന്മാർക്കും ശാസ്ത്രിമാർക്കും മൂപ്പന്മാർക്കും അവർ ചെയ്യുന്നത് തെറ്റാണെന്ന് മനസ്സിലായി. എന്നാൽ മാനസാന്തരപ്പെടുവാനോ കർത്താവിനെ വിശ്വസിപ്പാനോ അവർക്ക് സാധിച്ചില്ല. നാലാമതായി, നാം വിതയ്ക്കുന്നത് നാം തന്നെ കൊയ്യും. കുടിയന്മാർ യജമാൻ്റെ മകനെ കൊന്നു മുന്തിരിത്തോട്ടം അവകാശമാക്കാമെന്ന് വിചാരിച്ചു. എന്നാൽ യജമാനൻ അവരെ നിഗ്രഹിച്ചു. അവർക്ക് എല്ലാം നഷ്ടമായി. അവർ വിതച്ചത് അവർ തന്നെ കൊയ്തു. അതുകൊണ്ട് നാം സൂക്ഷ്മതയോടെ നന്മ മാത്രം വിതയ്ക്കുവാൻ ശ്രമിക്കാം. അതിനായി കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഞങ്ങൾക്ക് അന്ന് വചനത്തിനായിട്ട് സ്തോത്രം. കർത്താവെ, നല്ലത് മാത്രം വിതയ്ക്കുന്നത് തന്നെ കൊയ്യുമെന്ന് മനസ്സിലാക്കി നല്ലത് മാത്രം വിതയ്ക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്നോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങ് യഹൂദന്മാർക്ക് വേണ്ടി ഈ ലോകത്തിലേക്ക് വന്നു. എന്നാൽ അവർ കർത്താവിനെ തള്ളി. അത് ഞങ്ങളുടെ രക്ഷയ്ക്ക് കാരണമായി തീർന്നു. ഞങ്ങൾക്ക് ഇന്ന് കർത്താവിനെ രക്ഷകനായിട്ട് സ്വീകരിച്ച് ദൈവമക്കളായിട്ട് തീരുവാൻ ഭാഗ്യം തന്നു. അതോർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവിനായിട്ട് ജീവിപ്പാൻ, കർത്താവിനെ വിശ്വസിച്ചുകൊണ്ട് നന്മ മാത്രം ചെയ്തുകൊണ്ട് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളുടെ തെറ്റുകളെയും കുറ്റങ്ങളെയും ക്ഷമിക്കണം. പരീക്ഷകളിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണം. നല്ലവരായിട്ട് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം. യേശു കർത്താവിൻ്റെ നാമത്തിൽ താഴ്മയും വിനയമായിട്ട് അപേക്ഷിക്കുന്നു. ആമേൻ. കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്ത് ചെയ്യണം? ഷെയർ ചെയ്യണം. മാത്രമല്ല അവിടെ സബ്സ്ക്രൈബ് ചെയ്യണം. ബെല്ലൈക്കണിൽ കൈ അമർത്തണം. അതോടൊപ്പം തന്നെ ഓൾ എന്നുള്ള ബട്ടണിലും കൈ അമർത്തണം. അപ്പോൾ ആൻറ്റി എപ്പോഴെല്ലാം അയക്കുന്നു അപ്പോഴെല്ലാം നിങ്ങൾക്ക് കിട്ടുവാനായിട്ട് ഇടയായിട്ട് തീരും. ഓക്കെ, ബൈ. മേ ഗോഡ് ബ്ലെസ് യു ഓൾ.